ഇന്നത്തെ കോൺഗ്രസ്സുകാരൻ നാളത്തെ നമ്പർ 1 സംഖ്യയാണെന്ന് പറയുന്നതിന് ഒരു കൃത്യമായ തെളിവ് നിങ്ങൾക്ക് മുൻപിലേക്ക് വയ്ക്കുകയാണ്. പുതുയുഗ യാത്രയിൽ വി ഡി സതീശന് മാല ഇടുവാൻ വേണ്ടിയിട്ട് ഗോപാലകൃഷ്ണൻ എന്നൊരു വ്യക്തിയെ വിളിക്കുകയാണ്. തൊട്ടു പിന്നാലെ സദസ്സിലിരുന്ന കോൺഗ്രസ്സുകാർ തന്നെ വിളിച്ചു പറയുന്നു, ആ ഗോപാലകൃഷ്ണൻ BJPയിൽ ചേർന്നടയെന്ന്. ദൃശ്യം കണ്ടേ. സാവിത്രി മാധവൻ, അനു വിജയൻ, പ്രതിഭ ഹരി, സുലോചന രാജൻ, ബിന്ദു കെ രാജൻ. അമ്പമ്പോ, ഇതിലും വലിയൊരു കോമഡി ഈ അടുത്തൊന്നും ഞാൻ കണ്ടിട്ടില്ല. കോൺഗ്രസിനെ ശക്തിപ്പെടുത്തുവാൻ വേണ്ടി ക്യാപ്റ്റനായി നിന്നുകൊണ്ട് വി ഡി സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്രയിൽ നടന്ന സംഭവമാണ് നിങ്ങളിപ്പോൾ കണ്ടത്. സതീശൻ പുതുയുഗ യാത്രയുടെ സമ്മേളന വേദിയിലേക്ക് എത്തുമ്പോൾ സതീശനെ മാലയിട്ട് സ്വീകരിക്കുന്നവരുടെ പേരുകൾ വിളിച്ചു പറയുകയാണ് മൈക്കിൽ കൂടി. ആ സാഹചര്യത്തിലാണ് KPCC സെക്രട്ടറി ഗോപാലകൃഷ്ണനെ മാലയിടാൻ ക്ഷണിക്കുന്നു എന്ന് വിളിക്കുന്നത്. കോൺഗ്രസ്സുകാർ തന്നെ പുറത്തുനിന്ന് വിളിച്ചു പറയുന്നു, ഗോപാലകൃഷ്ണൻ നേരത്തെ BJPയിൽ ചേർന്നടയെന്ന്. എന്ത് ഗതികേടാണെന്ന് ആലോചിച്ച് നോക്കിയേ. രാവിലെ കോൺഗ്രസ്സുകാരനായി ഇരുന്നു കൊണ്ട് സതീശനെയും ചെന്നിത്തലയെയും വേണുഗോപാലിനെയും ഒക്കെ ആദരിച്ചിരുന്നവർ വൈകുന്നേരമായപ്പോഴേക്കും BJPയിൽ ചേർന്നിരിക്കുന്നു, ഒരു സംഖ്യയായി മാറിയിരിക്കുന്നു. ഈ വിവരം അനൗൺസ്മെൻറ്റ് ചെയ്യാൻ നിൽക്കുന്ന കോൺഗ്രസ്സുകാർ പോലും മനസ്സിലാക്കുന്നില്ല, അറിയുന്നില്ല എന്നതാണ് വാസ്തവം. ചുരുക്കി പറഞ്ഞാൽ ഇന്ന് നമ്മൾ കാണുന്ന കോൺഗ്രസ്സുകാരെല്ലാം അവർ നാളെ BJPക്ക് വേണ്ടി വാഗ്ദാനം ചെയ്ത് വളർത്തിക്കൊണ്ടുവരുന്ന നേതാക്കന്മാരാണ്. ഇനിയും ഈ പുതുയുഗ യാത്ര നടത്തുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരർത്ഥവുമില്ല എന്നത് തന്നെയാണ് ഉത്തരം. പിന്നെ പുതുയുഗ യാത്രയൊക്കെ നടത്തുന്നത് അത് കോൺഗ്രസിനെ രക്ഷിക്കാനൊന്നുമല്ല, മറിച്ച് വി ഡി സതീശൻ എന്ന് പറയുന്ന വ്യക്തിക്ക് തൻ്റെ മുഖം മുഖ്യമന്ത്രി കാൻഡിഡേറ്റായിട്ട് വരുമ്പോൾ എല്ലാവർക്കും മനസ്സിലാകുവാൻ വേണ്ടിയിട്ട് നടത്തുന്നൊരു PR വർക്ക് മാത്രമാണ്. കനകോലുവിൻ്റെ തന്ത്രം. അല്ലെങ്കിൽ തന്നെ എത്രയോ നല്ല നേതാക്കന്മാർ കോൺഗ്രസിനകത്തുണ്ട്. അവരെ ഒന്നും അടുപ്പിക്കാതെ സതീശൻ തന്നെ ക്യാപ്റ്റൻ സ്ഥാനം ഏറ്റെടുത്തുകൊണ്ട് ഞാൻ പ്രതിപക്ഷ നേതാവാണെന്ന് വലിയ വീമ്പ് പറഞ്ഞുകൊണ്ട് എല്ലാവരെയും പോയി കാണുന്നുണ്ടെങ്കിൽ അതിൻ്റെ ലക്ഷ്യം എന്തായിരിക്കും? ഇന്ന് രാവിലെ നമ്മളൊരു കോൺഗ്രസ്സുകാരനെ കണ്ട് കൈകൊടുത്ത് വൈകുന്നേരമാകുമ്പോൾ നമ്മളൊന്നുകൂടി കൈകൊടുക്കാൻ ചെല്ലുമ്പോൾ ആ വ്യക്തി പറയും, ഞാൻ ഇന്ന് BJPയിൽ ചേർന്നു എന്ന, അല്ലെങ്കിൽ ഞാനിപ്പോൾ ഒരു നമ്പർ 1 സംഖ്യയാണെന്ന്. ഇതാണ് ഇന്നത്തെ കോൺഗ്രസിൻ്റെ അവസ്ഥ. ഇനിയെങ്കിലും നിങ്ങൾ ചിന്തിക്കൂ,